ഹലോ. അപ്പോൾ ഞാൻ ഇന്നൊരു ഹെൽത്തി ഡിഷ് ഉണ്ടാക്കുമ്പോൾ ഞാൻ എന്തായിരുന്നു പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റുമോ? അറിയുന്നവർ വീഡിയോ കണ്ട് തീരുന്നതിന് മുമ്പ് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ? ആദ്യം തന്നെ കുറച്ച് പീനട്ട് വേണം. ഇവിടെ കുറച്ച് പീനട്ട് ഇരിപ്പുള്ളായിരുന്നു. പിന്നെ ട്രൈ ചെയ്ത് നോക്കുവാണ്ട് കുറച്ച് മാത്രം വെച്ച് ഉണ്ടാക്കി നോക്കാമെന്ന് കരുതി. ബട്ട് നല്ല ടേസ്റ്റായിരുന്നു. നിങ്ങളെല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. ഫസ്റ്റ് ചെയ്യേണ്ടത് പീനട്ടെല്ലാം അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. ഒരുപാടങ്ങ് ഫൈൻ പൊടിയാക്കണ്ട, ജസ്റ്റ് ക്രഷ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ അത് ഇതേപോലെ തരിതരിയായിട്ട് കിടക്കും. ഞാൻ കുറച്ച് നാളായിട്ട് ഇത് ഉണ്ടാക്കണമെന്ന് കരുതിയിട്ട് അതിനങ്ങനെ ടൈം കിട്ടിയിട്ടില്ല. ടൈം കിട്ടുക പിന്നെ മടിയിലെല്ലാം കാരണം എനിക്ക് ഉണ്ടാക്കാൻ പറ്റിയില്ല. അപ്പോൾ കരുതി ഇന്ന് നോക്കിയപ്പോൾ കുറച്ച് പീനട്ട്സ് ഒക്കെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ വിചാരിച്ചു എങ്കിൽ പിന്നെ ഇന്ന് തന്നെ ഉണ്ടാക്കാം. ഇനി നാളെയെന്ന് പറഞ്ഞ് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഉണ്ടാക്കത്തുമില്ല, ലാസ്റ്റ് അല്ലാതെ തന്നെ കഴിക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ ഈ പൊടിച്ച് വെച്ച് ക്രഷ് ചെയ്ത് വെച്ച പീനട്ടിലോട്ട് നമുക്ക് കുറച്ച് ശർക്കര ചേർത്ത് കൊടുക്കാം. ശർക്കര എന്ന് പറയുമ്പോൾ ഞാൻ നല്ല രീതിക്ക് അത് പൊടിച്ചെടുത്തതാണേ. അതിനകത്ത് അങ്ങനെ തരിതരിയോ അങ്ങനെ ഒന്നുമില്ല, നന്നായിട്ട് പൊടിച്ചെടുത്തതാണ്. കട്ടയൊന്നും ഇല്ലാത്ത രീതിക്ക് ശർക്കര നല്ലതായിട്ട് തിരുമ്മിയെടുക്കാൻ ശ്രദ്ധിക്കുക. അല്ല ഇപ്പോൾ ചെറിയ കട്ടകളുണ്ടെങ്കിൽ നമ്മൾ കഴിക്കുന്ന സമയത്ത് അത് ഇങ്ങനെ കഴിക്കും. അത് ഇഷ്ടമുള്ളവരുണ്ട്, അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല. നല്ല മാക്സിമം നല്ല രീതിക്ക് പൊടിച്ചിടാൻ തന്നെ ശ്രമിക്കുക. എന്നിട്ട് നല്ല രീതിയിൽ പൊടിച്ചെടുത്ത ശർക്കര ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. നമ്മുടെ പീനട്ടും ശർക്കരയും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് അങ്ങനെ മിക്സ് ചെയ്തതിന് നമുക്കിനി ഇനിയാണ് നമ്മുടെ മെയിൻ പ്രോസസ്സ്. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാവുമായിരിക്കും ഞാൻ എന്താണ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നതെന്ന്. ഒന്നുമല്ല, നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള ലഡു, പീനട്ട് ലഡു ആണ്. ഇതിലധികം ഒരു ഇൻഗ്രീഡിയൻസും ഇല്ല. പീനട്ട്, ശർക്കര, പിന്നെ കുറച്ച് നെയ്യ് കൂടി ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. ശരിക്കും ഇവിടെ നെയ്യുടെ ആവശ്യമില്ല, പക്ഷെ ഞാൻ നോക്കിയപ്പോൾ നെയ്യ് ഇരിക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് അതുകൂടി ഇടാൻ തോന്നി. അങ്ങനെ ജസ്റ്റ് വെറുതെ ആഡ് ചെയ്യുന്നേ ഉള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ നെയ്യ് ആഡ് ചെയ്താൽ മതി, ഓപ്ഷണലാണ്. ആഡ് ചെയ്തില്ലെങ്കിലും ആഡ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. എൻ്റെ കയ്യിൽ കുറച്ച് ഉണ്ടായിരുന്നുകൊണ്ട് മാത്രം ഞാൻ ആഡ് ചെയ്തേ ഉള്ളൂ. ഈ നെയ്യും കൂടെ തേച്ചിട്ട് നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്, കാരണം നെയ്യ് എല്ലായിടത്തും ആവാൻ വേണ്ടിയിട്ട്. അങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ട് അധികം ഇത് വെക്കൊന്നും വേണ്ട, അപ്പം തന്നെ നമുക്ക് ഉരുട്ടിയെടുക്കാവുന്നതാണ്. അപ്പോൾ എല്ലാം അത്യാവശ്യം നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനിയാണ് നമുക്കിതിനെ ഉരുട്ടിയെടുക്കണം, ഒരു ലഡുവിൻ്റെ ഷേപ്പിലാക്കി എടുക്കുക. ഇപ്പം ഞാൻ ചെറിയ ലഡുവാണ് ഉദ്ദേശിച്ചത്, വലിയ ലഡു വേണമെങ്കിൽ ഉണ്ടാക്കാം. പക്ഷേ എൻ്റെ കയ്യിൽ ക്വാണ്ടിറ്റി കുറവായതുകൊണ്ട് ഞാൻ കുഞ്ഞു ലഡുവായിട്ട് ഉണ്ടാക്കിയെന്നേ ഉള്ളൂ. ഇതേപോലെ നമ്മുടെ ഉണ്ടാക്കി വെച്ചേക്കുന്നത് ഫുള്ള് ലഡുവിൻ്റെ ഷേപ്പിലാക്കി എടുക്കാം. ലഡുവിൻ്റെ ഷേപ്പിലോ വേറെ ഏത് ഷേപ്പിലോ ആണെങ്കിലും ആക്കിയെടുക്കാം. നമ്മുടെ പീനട്ട് ലഡുവിൽ വേറെ ഒന്നും വരുന്നില്ല, പീനട്ടും പിന്നെ കുറച്ച് ശർക്കര മാത്രമേ വരുന്നുള്ളൂ. വേറെ ഒന്നും നമ്മളിത് ആഡ് ചെയ്യുന്നില്ല. ഒരു ഭയങ്കര സിമ്പിളായിട്ടുള്ളൊരു പീനട്ട് ലഡു ആണ് ഇത്. ആർക്കും ഭയങ്കര നിസ്സാരമായിട്ട് ഉണ്ടാക്കാം, അധികം സമയം വേണ്ട. 5 മിനിറ്റ് കൊണ്ട് ലഡു ഉണ്ടാക്കാൻ പറഞ്ഞാൽ നമുക്ക് ഈ ലഡു ഉണ്ടാക്കാം. നല്ല ടേസ്റ്റിയാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ നമുക്ക് ബാക്കി ലഡുവും കൂടെ റൗണ്ട് ചെയ്തെടുക്കാം. ഈ ലഡു റൗണ്ട് ചെയ്തെടുക്കുന്നൊരു നല്ല പരിപാടിയാണ് കേട്ടോ. മാവിലെടുക്കുക, ഇങ്ങനെ റൗണ്ട് ചെയ്തിരിക്കുക. നമുക്ക് ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന എന്ത് കാര്യം അല്ലെങ്കിൽ നല്ല രീതിക്ക് നമുക്ക് ചെയ്യാൻ പറ്റുമല്ലോ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യം കുക്കിങ്ങൊക്കെ. അപ്പോൾ ഞാൻ ചെയ്യുന്ന കുക്കിങ്ങൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടായിരിക്കും ചെയ്യാറ്. എപ്പോഴും നമ്മൾ ഈവനിങ് എണ്ണ പലഹാരങ്ങളൊക്കെയല്ലേ കഴിക്കുന്നത്. ഈ വട്ടം കുറച്ച് ഹെൽത്തി ആയിട്ട് ട്രൈ ചെയ്ത് നോക്ക്. കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും. എന്തിനാ എപ്പോഴും വന്ന് നമ്മൾ എണ്ണയൊക്കെ ഉപയോഗിച്ച് ഓരോന്നൊക്കെ ഉണ്ടാക്കുന്നത്? അതിനൊന്നും ആവശ്യമില്ല. നമുക്ക് ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന കുറേ ഡിഷസ് ഉണ്ട്. അപ്പോൾ നമുക്ക് കൂടുതലും അങ്ങനത്തെ ഐറ്റംസൊക്കെ വീട്ടിൽ തന്നെ ട്രൈ ചെയ്യാൻ നോക്കുക. നമ്മുടെ ഹെൽത്തല്ലേ നമുക്ക് എപ്പോഴും വലുത്. അപ്പോൾ നമ്മൾ അങ്ങനത്തെ ഐറ്റംസൊക്കെ കൂടുതൽ ഉണ്ടാക്കാൻ നോക്കുക. ഇൻസ്റ്റയിലും യൂട്യൂബിലൊക്കെ ഒരുപാട് കണ്ടതാണ് പീനട്ടും പിന്നെ ഒരുപാട് നട്ട്സൊക്കെ ഇട്ടിട്ട് ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ഇട്ടിട്ട് ലഡൂസൊക്കെ ഉണ്ടാക്കുന്നത്. പക്ഷേ എൻ്റെ കയ്യിൽ ഇപ്പോൾ അത്ര ഡ്രൈ ഫ്രൂട്ട്സ് ഒന്നും ഇല്ലാത്തത് കൊണ്ടും പീനട്ട് മാത്രമേ ഉള്ളത് കൊണ്ടും ഒരു സിമ്പിൾ പീനട്ട് ലഡു ഉണ്ടാക്കി. നമുക്കിനി എല്ലാ ഐറ്റംസും വാങ്ങിയിട്ട് ഒരു വട്ടം നല്ല രീതിക്കുള്ള ഒരു ഹെൽത്തി ലഡു ഉണ്ടാക്കാം. കംപ്ലീറ്റ് ആയിരിക്കുകയാണ് ഇത്. അധികം ഒരു പ്രോസസ്സും ഇല്ല, നിങ്ങൾ ഫുള്ള് കണ്ടതല്ലേ. ഒരു കാര്യമില്ല, വളരെ സിമ്പിളായിട്ട് ഭയങ്കര ഹെൽത്തി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. എല്ലാവരും ട്രൈ ചെയ്യണേ. എല്ലാവരും ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യണം. കൊള്ളാമെങ്കിൽ കൊള്ളാം, ഇല്ലെങ്കിൽ ഇല്ല. ഓക്കെ, അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യുമെന്ന് ഞാൻ കരുതുന്നു. അപ്പം ഇന്നത്തെ ഈ കുട്ടി വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് കൂടി ചെയ്യാൻ മറക്കല്ലേ.